അജയന്റെ രണ്ടാം മോഷണം. ഡയറക്ടർ ജിതിൻ ലാൽ. ഈ ചിത്രത്തെക്കുറിച്ച് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, ഇന്നലെ ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു വിഷമമുണ്ട്. കാരണം ഈ ചിത്രം കാണാൻ ആൾക്കാർ തീർത്തും കുറവായിരുന്നു. അതിന്റെ റീസൺ എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ സിനിമ ഇറങ്ങിയ അന്ന് മുതൽ ഈ സിനിമയ്ക്ക് ഒരുപാട് മിക്സ്ഡ് റിവ്യൂസ് വരുന്നുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം കാരണം. രണ്ട്, ഈ സിനിമയ്ക്ക് പ്രൊമോഷൻ തീരെ കുറവായിരുന്നു. നിങ്ങൾ തീർച്ചയായും ഈ ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇതൊരു മസ്റ്റ് വാച്ച് ഫിലിമാണ്. അത്ര ഗംഭീരമായിട്ടുള്ള പ്ലോട്ടുണ്ട്, അല്ലെങ്കിൽ ഗംഭീരമായ ക്ലൈമാക്സ് ആണ് എന്നൊന്നും അവകാശപ്പെടാനില്ല എങ്കിലും മലയാള സിനിമയെ വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊരു നല്ല അറ്റംപ്റ്റ് ആണ്. ആ ഒരു നിലയ്ക്ക് നിങ്ങൾക്ക് ഈ ചിത്രം തീർച്ചയായിട്ടും കാണാം. ഈ ചിത്രം നിങ്ങളെ ഒരിക്കലും നിരാശരാക്കുകയില്ല എന്നതാണ് സത്യം. 5 റീസൺസ് ടു വാച്ച് അജയന്റെ രണ്ടാം മോഷണം. 5 കാരണങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പെർഫോമൻസ് ആണ്. ടൊവിനോ ഈ സിനിമയ്ക്കകത്ത് 3 റോളുകളിലായിട്ടാണ് വരുന്നത്. ഇതിലെ എടുത്തു പറയേണ്ട ടൊവിനോയുടെ മണിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഈ ഒരു ക്യാരക്ടറിനെ കാണാൻ വേണ്ടി തന്നെ നമുക്ക് ഈ സിനിമ വേണേൽ ഒന്നും കൂടിയും കാണാം. കാരണം അത്രയ്ക്ക് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം. നമുക്കറിയാം, ആസിഫ് കാര്യം പറഞ്ഞ പോലെ ഓരോ സിനിമ കഴിയുമ്പോഴും ടൊവിനോ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ടൊവിനോയുടെ കൂടെ കട്ടയ്ക്ക് പിടിച്ചിരുന്ന മറ്റൊരു കഥാപാത്രമാണ് സുരഭി ലക്ഷ്മി. സുരഭി ലക്ഷ്മിനെ ഒന്നും ഇത്ര ഗംഭീരമായിട്ട് ഈ അടുത്ത കാലത്തെ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ജഗദീഷ്, അസ് യൂഷ്വൽ നമുക്കറിയാം, ഇതിൻ്റെ അകത്തൊരു കൊല്ലന്റെ ക്യാരക്ടറായിട്ടാണ് ജഗദീഷ് വരുന്നത്. ചിത്രത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ് ഈ ചിത്രത്തെ ഗ്രിപ്പ് ചെയ്ത് ക്ലൈമാക്സ് വരെ എത്തിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റോറിയിലെ ഇതൊരു എപ്പിക്കാണ്. അതായത് ഈ പറയുന്ന പോലെ ഇതൊരു ചരിത്രം, കള്ളന്റെ ചരിത്രമാണ്. ത്രൂ ഔട്ട് ഒരു വലിയ ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഇംപ്ലിമെന്റേഷൻ ഈ സിനിമയ്ക്ക് ഉണ്ട് എന്നല്ല, ഇതൊരു ചരിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലൂടെയാണ് ഈ ചിത്രം കഥ പറഞ്ഞു പോകുന്നത്. ഇതിൻ്റെ അകത്ത് പ്രസന്റ് ഉണ്ട്, പാസ്റ്റ് ഉണ്ട്, ഇങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഈ സിനിമയുടെ പ്ലോട്ട് പോകുന്നത്. പക്ഷേ ഇതിനൊരു റിലവൻസ് ഉണ്ട്. ആ റിലവൻസ്, അതിൻ്റെ ആ ഒരു പ്രസക്തിയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതിൻ്റെ അകത്ത് വളരെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കള്ളനാണോ പോലീസാണോ ആദ്യം ഉണ്ടായത് എന്നുള്ളത്. ചിത്രം കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും എങ്ങനെയാണ് ഇതിൻ്റെ ഡയറക്ടർ ഇതിനെ കൃത്യമായിട്ട് നരേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. 3 എന്നുള്ളത് ഈ സിനിമയ്ക്കകത്ത ലേയേഴ്സ് ആണ്. കാരണം നമുക്കറിയാം, കള്ളന്റെ കഥ പറയുന്ന അല്ലെങ്കിൽ കള്ളന്റെ ചരിത്രം, നമ്മളിപ്പോൾ ഈ പറയുന്ന കൊച്ചുണ്ണി അല്ലെങ്കിൽ ഈ പറയുന്ന പഴയ സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കള്ളന്മാർക്കൊരു ചരിത്രമുണ്ട്. പക്ഷെ ഇതിനോടൊപ്പം പഴയ കാലത്തെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ അകത്തെ ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ കാസ്റ്റിസം അല്ലെങ്കിൽ ഈ പറയുന്ന പൊളിറ്റിക്സ്, അതിൻ്റെ ഹൈറാർക്കി ഈ ചിത്രത്തിന്റെ പല ലേയേഴ്സിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അത് വളരെ ഡയറക്റ്റ് ആയിട്ടല്ല, വളരെ സബ്റ്റിലായിട്ടാണ്. അത് വളരെ രസകരമായിട്ടാണ്. പ്രത്യേകിച്ച് ഈ സിനിമയ്ക്കകത്ത് ആർട്ട് വർക്കിലൂടെയും ചില ഡയലോഗ്സിലൂടെയും ഈ ചിത്രത്തിൽ വളരെ മികച്ച രീതിയിലാണ് ഇത് കൺവേ ആയിട്ടുള്ളത്. 4 എന്ന് പറയുന്നത് ഈ ചിത്രത്തിന്റെ എഡിറ്റിങ്ങും ക്യാമറ വർക്കുമാണ്. ക്യാമറ നമുക്കറിയാം, ജോമോൻ ടി ജോൺ ആണ് ക്യാമറ ചെയ്തിരിക്കുന്നത്, ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. പെട്ടെന്നുള്ള ഷോട്ടുകളുണ്ട്, ഒരുപാട് കട്ടുകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഈ പറയുന്ന പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ 1 മിനിറ്റ് പോലും ഈ ചിത്രം നമുക്ക് ബോറടിക്കത്തില്ല. കാരണം അതുപോലെ ഗ്രിപ്പിംഗ് ആയിട്ടാണ് ഈ സിനിമയ്ക്കകത്ത ക്യാമറ. കാരണം ചില സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് പോലും നമുക്ക് മനസ്സിലാകത്തില്ല. അത് 5th റീസൺ എന്ന് പറയുന്നത് ഈ ചിത്രത്തിന്റെ മ്യൂസിക്കാണ്. മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരുപാട് ഗ്രിപ്പിംഗ് ഒന്നും അല്ല എങ്കിലും ഇതിന്റെ മ്യൂസിക്, എസ്പെഷ്യലി ഈ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഉള്ള വൈക്കം വിജയലക്ഷ്മി പാടിയ ഒരു പാട്ടുണ്ട്. കാരണം ഇന്ന് ആ പാട്ട് തപ്പിയിട്ട് അത് കിട്ടിയിട്ടില്ല. കാരണം ആ കഥയായിട്ട് അത്രയ്ക്ക് അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പ്രേക്ഷകരെ ഇമോഷണലി കണക്റ്റ് ആക്കുന്ന അല്ലെങ്കിൽ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള പാട്ടുകളാണ് ഇതിൻ്റെ അകത്ത് ദിബുനിനം ജോസഫ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ചിത്രം ഒരിക്കലും ഒരു ആവറേജ് സിനിമയായി പോകേണ്ട അല്ലെങ്കിൽ ആവറേജ് സിനിമയായിട്ട് ഒതുങ്ങേണ്ട ഒരു ചിത്രമല്ല. ARM അരവിന്ദന്റെ രണ്ടാം മോഷണം ഇത് മസ്റ്റ് വാച്ച് ഫിലിമാണ്. നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണണം, ഈ സിനിമ വിജയിപ്പിക്കണം. ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരുപക്ഷെ ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കെ സിനിമയോടും സിനിമയിലുള്ള അല്ലെങ്കിൽ അണിയറക്കാരോടുമുള്ള സമീപനം ഒരുപക്ഷെ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറിയേക്കാം. പക്ഷേ അതിൻ്റെ ഒപ്പം ഈ ഒരു ചിത്രം മുങ്ങിപ്പോകരുത് എന്നാണ് എൻ്റെ വിനീതമായ ഒരു അഭ്യർത്ഥന. അതുകൊണ്ട് എല്ലാ സിനിമാ പ്രേമികളും ഓണത്തിന് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ചിത്രമാണ് അരവിന്ദന്റെ രണ്ടാം മോഷണം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.